ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് അനർഹമായ പിന്തുണ നൽകുന്ന ഇന്ത്യയെ പോലും പരിഹസിച്ചുകൊണ്ടാണ് നെതന്യാഹു കഴിഞ്ഞ ദിവസം ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിച്ചിരിക്കുന്നത്. ഇന്ത്യയെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ചിരിക്കുന്നത് ലോകത്തെ ഒരു ചെറിയ രാഷ്ട്രം ഞങ്ങളെ വലിയ രീതിയിൽ പിന്തുണക്കുന്നു എന്നാണ്. ഇത് പറയാനുണ്ടായ സാഹചര്യം അമേരിക്കയിൽ നിന്നും JD വാൻസ് ഇസ്രായേലിനെതിരെ അതിശക്തമായ ഒരു മുന്നറിയിപ്പ് നൽകി. ലോകത്ത് ഏക സഖ്യരാഷ്ട്രമാണ് ഇസ്രായേലിനുള്ളത്, അത് അമേരിക്കയാണ്. ആ അമേരിക്കയെ ക്രോസ് ചെയ്യരുത് ഇസ്രായേൽ എന്നുള്ള ഒരു വാർണിംഗ് ആണ് JD വാൻസ് ഇസ്രായേലിന് നൽകിയത്. ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് നെതന്യാഹു പറഞ്ഞത്, ഞങ്ങൾ JD വാൻസിനെ ബഹുമാനിക്കുകയാണ്, ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതും വലിയൊരു കൂട്ടുകാരനുമാണ് ഡൊണാൾഡ് ട്രംപ്. അതേസമയം ഞങ്ങൾക്ക് അമേരിക്ക മാത്രമല്ല സഖ്യകക്ഷിയായുള്ളത്, ഞങ്ങൾക്ക് വലിയ പിന്തുണ ലഭിക്കുന്ന ചെറിയ ഒരു രാഷ്ട്രമുണ്ട്, ഇന്ത്യ എന്ന് പറയപ്പെടുന്ന രാഷ്ട്രം. അവിടെ 1.4 ബില്യൺ ജനങ്ങൾ ആ രാഷ്ട്രത്തിലുണ്ട്. ആ രാഷ്ട്രത്തിലെ ആളുകളിൽ നിന്ന് വരുന്ന ഫേസ്ബുക്ക് പിന്തുണ, അതിൽ നമ്മൾ പോലും ഒഴുകിപ്പോകുന്നു എന്ന ഒരു പ്രസ്താവനയാണ് നടത്തിയിട്ടുള്ളത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, JD വാൻസിന് മറുപടി കൊടുക്കുമ്പോൾ ഒരു വലിയ രാജ്യം എന്ന് പറഞ്ഞുകൊണ്ട് ആണല്ലോ ഒരു പിന്തുണ അറിയിക്കുന്ന രാഷ്ട്രത്തെക്കുറിച്ച് പരാമർശിക്കേണ്ടത്. അപ്പോഴാണല്ലോ ആ പറയുന്ന സ്ഥാനത്തോട് ഒരു നീതി പുലർത്തുന്നതാവുകയുള്ളൂ. എന്നാൽ ആ സ്ഥാനത്ത് പോലും നെതന്യാഹു പ്രയോഗിച്ചത് ഒരു ചെറിയ രാഷ്ട്രം എന്നാണ് ഇന്ത്യയെക്കുറിച്ച്. ഇന്ത്യ അത്ര ചെറിയ രാഷ്ട്രമാണോ? ലോകത്ത് 4ാം സ്ഥാനം സൈനിക രംഗത്ത് നിൽക്കുന്ന രാഷ്ട്രമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അമേരിക്കയും റഷ്യയും ചൈനയും കഴിഞ്ഞാൽ ഇന്ത്യക്കാണ് സ്ഥാനമുള്ളത്. എന്നാൽ ഈ ഇന്ത്യയെ കുറിച്ചാണ് വി ഹാവ് മെനി ഫ്രണ്ട്സ് ഇൻക്ലൂഡിംഗ് എ സ്മോൾ കൺട്രി കോൾഡ് ഇന്ത്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ചെറിയ രാഷ്ട്രം എന്ന് ഇന്ത്യയെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത്. എന്തായാലും അനർഹരായ ആളുകൾക്ക് പിന്തുണ നൽകുമ്പോഴുണ്ടാകുന്ന അപകടങ്ങളാണ് ഇതൊക്കെ. ജൂതരാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം അവരല്ലാത്തവരൊന്നും നല്ലവരല്ല, അവരല്ലാത്തവരൊന്നും ഈ ഭൂമിയിൽ ജീവിക്കാൻ പോലും അർഹരല്ല എന്ന് ചിന്തിക്കുന്ന അതിശക്തമായ ഐഡിയോളജിയാണ് അവരുടേത്. അതാണ് ലോകത്ത് മുഴുവനും യുദ്ധം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളല്ലാത്തവർ ഇവിടെ ജീവിക്കാൻ പോലും പാടില്ല എന്ന രീതിയിലുള്ള ചില കാഴ്ചപ്പാടുകളാണ് അത്തരത്തിലുള്ള ചില ആളുകളെങ്കിലും ഈ യുദ്ധങ്ങളിലേക്കൊക്കെ കൊണ്ടെത്തിക്കുന്നത്. ഈ ഇസ്രായേൽ എന്ന് പറയുന്ന സംവിധാനം അയൽ രാഷ്ട്രങ്ങളും ഒക്കെയായി പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം. ഇവിടെ നാം ചിന്തിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നെതന്യാഹുവിനെ കുറിച്ച് ഒരു വലിയ ക്രിമിനലായിട്ടാണ് അന്താരാഷ്ട്ര കോടതിയിൽ നിലനിൽക്കുന്നത്. പല രാഷ്ട്രങ്ങളും യൂറോപ്യൻ രാഷ്ട്രങ്ങൾ പോലും ബഹിഷ്കരിക്കുന്നു, നെതന്യാഹുവിന്റെ നീക്കങ്ങളെ വിമർശിക്കുന്നു. അപ്പോൾ എടുത്തു പറഞ്ഞ ലോകത്തെ ഏക രാഷ്ട്രം അത് ഇന്ത്യയാണ്. അതായത് ഇത്തരത്തിൽ ലോകം മുഴുവൻ അവജ്ഞയോടെ വലിച്ചെറിയുന്ന ഒരു നേതാവിന് അദ്ദേഹം ഇന്ത്യയിലുള്ള ഫേസ്ബുക്ക് പോരാളികളിൽ നിന്നൊന്നും പിന്തുണ ലഭിക്കുന്നത് അത്ഭുതപ്പെടുന്നു. പിന്തുണയിൽ അദ്ദേഹം ഒഴുകിപ്പോകുന്നു എന്നൊക്കെ പറയുമ്പോഴും ഈ രാഷ്ട്രത്തെ വളരെ നിസ്സാരമായി സംസാരിക്കുന്ന രീതിയാണ്. ഇതാണ് പിന്തുണ നൽകുമ്പോൾ പോലും ഒരു വിവേകമില്ലാതെ ആയി പോകരുത് എന്ന് പറയുന്നത്.